ഹായ് ഗായ്സ്, ഞാനിന്ന് രാവിലെ തന്നെ നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഇളംചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നൂൽപുട്ട് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇഡ്ഡലി തട്ടിൻ്റെ അകത്ത് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എണ്ണ തടവി കൊടുത്താൽ പറ്റി പിടിക്കില്ല, അതുകൊണ്ടാണ് വേഗം പൊളിച്ചെടുക്കാൻ പറ്റും. ചിലവർ ഇലയെല്ലാം വെക്കുമോ, ഇലയൊന്നും വെക്കുന്നില്ല. പുറത്തെല്ലാം മഴയാകുന്നതുകൊണ്ട് ഇലയൊന്നും പാറാൻ പോകാൻ കഴിയില്ല. എൻ്റെ അടുത്തുള്ള നൂൽപുട്ടിൻ്റെ അച്ച് സ്റ്റീലിൻ്റെതാണ്. സ്റ്റീലിൻ്റെതാണ്. നൂൽപുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫോൺ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നൂൽപുട്ട് വെന്തിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ട്രിപ്പിന് അടിയിലാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അതിന് നെയ്യ് തടവണമെന്നില്ല, പറ്റൂല. ബാജിക്കറിക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇതാ നല്ല നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ബാജിക്കറിക്ക് വേണ്ടുന്ന ഉള്ളി, പച്ചമുളക്, കാന്താരി, കറിവേപ്പില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മണികൾക്ക് നൂൽപുട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മത്സ്യം വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് അതിൻ്റെ മണം കൊണ്ട് നൂൽപുട്ടൊന്നും തിന്നുന്നില്ല. മത്സ്യത്തിന് വേണ്ടി നട്ടോട്ട് ഓടലാന്ന്. മത്സ്യത്തിന് വേണ്ടിയിട്ടുള്ള നട്ടോട്ടാണ്. അതിൻ്റെ മണം കേട്ടിട്ട് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് കരച്ചലാന്ന്. ഉമ്മി തരുവേ, ഉമ്മി മുറിക്കട്ടെ മുറിക്കുമ്പം തരുവേ. മത്സ്യത്തിൻ്റെ മണം കെട്ടിയിട്ടാണ് അവരിങ്ങനെ കരയാൻ തുടങ്ങുന്നത്. ബാജിക്കറിക്ക് വേണ്ട കടുക് പൊട്ടിച്ച് ഉള്ളി വാട്ടി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കുന്നുണ്ട്. ബാജിക്കറിക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് കൊത്തി ചീച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ഒതുക്കണം. കണ്ട ഗൈസ്, ഞാൻ തേങ്ങ ഒതുക്കി വരുമ്പോഴേക്ക് ഉള്ളിയെല്ലാം കരിഞ്ഞു പോയി. എന്നാ ചെയ്യണ്ടേ? പോട്ടെ, അതിൻ്റെ അകത്ത് തന്നെ ആക്കാം. ഇനിയിപ്പോൾ ഞാനെന്നാ വേണ്ടേ? ബാജിക്കറിക്ക് വേണ്ടുന്ന ഉരുളക്കിഴങ്ങും തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറുപ്പുകളൊക്കെ ഉണ്ടെങ്കിലും കാണാൻ നല്ല ചേലുണ്ട്. നല്ല മണവും കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇത് തിളക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ബാജിക്കറി വെക്കൽ. കാന്താരികൾ, കറിവേപ്പിലകളെല്ലാം കുറച്ച് നല്ലോണം കരിഞ്ഞിട്ടുണ്ട്. നല്ലോണമൊന്നുമില്ല, ചെറിയൊരു ഇങ്ങനത്തെ ബാജിക്കറി നിങ്ങൾ എപ്പെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് പുതിയ മോഡൽ ബാജിക്കറിയാണ്. കാണാൻ നല്ല ചേലുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടാനും രസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ നമ്മളെ ബാജിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബാജിക്കറി ആയിട്ടുണ്ട്. ഇത് നമ്മളെ പുതിയ മോഡൽ ബാജിക്കറിയാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഇത് തൊട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ട, നല്ല അടിപൊളി ബാജിക്കറിയാന്ന്. ഇതിൻ്റെ കറിവേപ്പില മാത്രമേ കുറച്ച് അധികം ഇതായിപ്പോയിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് അടിപൊളി ബാജിക്കറി ആയിട്ടുണ്ട്. ഓക്കെ, ബാജിക്കറിയും കൂട്ടി നൂൽപുട്ട് കഴിക്കണം.